ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടി യാത്രകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ആന്ധ്രയിലെ ഇനഗല്ലൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു ബ്രോൻ്റെ ഒരു കസിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ വിളിച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കർണാടകയിലെ ചിക്കബലാപൂർ എത്തിയ സമയത്ത് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി സ്റ്റേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ മഞ്ജു ബ്രോ അവിടുത്തെ മെയിൻ ഷെഫും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജു ബ്രോൻ്റെ നാട്ടിലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ എന്നോട് വന്നണ്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ പോകാനായിട്ട് തയ്യാറെടുത്ത് എൻ്റെ സൈക്കിളെല്ലാം ഹോട്ടലിൽ വെച്ചിട്ട് അങ്ങനിപ്പോൾ ഞാനും മഞ്ജു ബ്രോ അതുപോലെ തന്നെ ഒരു പയ്യനും കൂടിയുണ്ട്. പയ്യനെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്യണം, മഞ്ജു ബ്രോൻ്റെ കസിനാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് എന്നെയും കൂടി വിളിച്ച്. അപ്പോഴേക്കും ഞാനെന്തായാലും എൻ്റെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഗ്രാമങ്ങൾ കൂടുതൽ അടുത്തറിയുക അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതേപോലെയുള്ള കുറേ കോണ്ടാക്റ്റുകൾ ഇവിടെ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളെ അടുത്തറിയാൻ പറ്റുള്ളൂ. കാരണം അവിടുത്തെ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫുഡുകളാണ്, അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, അപ്പോൾ ഇതെല്ലാം എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വഴികളെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം കർണാടകയിലെ ലാസ്റ്റ് വില്ലേജായിട്ടൊരു ഉള്ളിക്കുടി വന്നപ്പോഴെല്ലാം കർണാടക എല്ലാം തീരാറായി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ആന്ധ്ര ബോർഡർ, അതായത് ഈ പുള്ളിയുടെ വില്ലേജ് എന്ന് പറഞ്ഞാൽ കർണാടക ആന്ധ്ര ബോർഡറായിട്ട് വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഉള്ളുവഴികൾ പോകുമ്പോഴും നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം വില്ലേജ് വഴികൾ തന്നെയാണ് കൂടുതൽ ചൂസ് ചെയ്തിട്ട് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ ആയിരിക്കും പുള്ളി പറഞ്ഞാൽ. വേറൊരു വഴിയുണ്ട്, അത് മെയിൻ ഹൈവേ പോലത്തെ വഴികളാണ്. അപ്പോൾ നമുക്ക് ആ വഴി പോകേണ്ട ഉള്ളിൽ കൂടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഉള്ളുവഴികളൊക്കെ കയറ്റി ഇപ്പോൾ ഏകദേശം പുള്ളിയുടെ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് പുള്ളി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മെയിൻ ഒരു ഗ്രാമത്തിലെ ഒരു ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ നേരെ കാണണമെന്ന് പറഞ്ഞാൽ ഒരമ്പലവും, ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് തന്നെയായിട്ട് കുറച്ച് കടകൾ, അതോടൊപ്പം തന്നെ ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇവിടെ തന്നെയായിട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുള്ളൂ ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴികളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ വഴികൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്, മെയിനായിട്ടുള്ള ഒരു പെട്രോൾ പമ്പാണ്. അപ്പോൾ ഇവിടുത്തെ പെട്രോൾ പമ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടകളിലൊക്കെ നമുക്ക് പെട്രോൾ മേടിക്കാൻ വേണ്ടി കിട്ടും. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയതാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ വില്ലേജുകളിലെല്ലാം കൂടി ഉള്ള ആൾക്കാരുകളൊക്കെ മെയിനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്ന മാർക്കറ്റും, അതോടൊപ്പം തന്നെ ഇത് കാണുന്ന ബസ് സ്റ്റാൻഡും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ ബസ്സിനും ഓരോ ടൈമിംഗ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഏകദേശം നമ്മുടെ അവിടെ നിന്ന് പഴയ കുറേ നാൾക്ക് മുമ്പുള്ള കാഴ്ചകൾ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് മുമ്പിലേക്ക് വരാൻ നേരത്ത് നമ്മുടെ മുമ്പിൽ തന്നെയായിട്ട് APSRTC വണ്ടി കിടക്കുന്നുണ്ട്, അതായത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബസ്സുകളുടെ കളർ എന്ന് പറഞ്ഞാൽ പച്ചയും അതുപോലെ തന്നെ വെള്ളയും കൂടി അടിച്ചിട്ടുള്ള കളറിലെ ബസ്സുകളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കാണുന്നത്. ആ കളറിലാണ് ഇവരുടെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടികളെല്ലാം ഓടുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ കാണുന്ന കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ മഞ്ജു ബ്രോൻ്റെ നാട്ടിലെ കാഴ്ചകളാണ്. മഞ്ജു ബ്രോൻ്റെ നാട് എത്തിയിട്ടുണ്ട്. ഇതാണ് ആന്ധ്രാപ്രദേശിലെ ഇനഗല്ലൂർ എന്ന് പറയുന്ന ഒരു നാടാണിത്, അതായത് കർണാടക ആന്ധ്ര ബോർഡറായിട്ട് ഒരു ഇത്. ഇനി നമ്മൾക്ക് ഫംഗ്ഷൻ്റെ അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്ററും കൂടി പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒരു മഞ്ജു ബ്രോൻ്റെ കസിൻ്റെ വീടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ബൈക്ക് അവിടെ വെച്ചിട്ട് അവരുടെ കാർ എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ മഞ്ജു ബ്രോ ഇപ്പോൾ കസിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ചെക്കൻ നേരെ മഞ്ജു ബ്രോനെ കണ്ടതുകൊണ്ട് ആരാ വന്നത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞ് അവരുടെ അമ്മേനെയൊക്കെ വിളിച്ച് പുറത്തോട്ട് വന്ന് നോക്കാനുണ്ടായത്. ഇത് മഞ്ജു ബ്രോൻ്റെ കസിൻ്റെ വീടാണ്. മഞ്ജു ബ്രോയായിട്ട് നല്ലൊരു കമ്പനിയുള്ളൊരു പയ്യൻ തന്നെയാണ്. അത് കാരണം ആ പയ്യൻ അത്രയും സന്തോഷത്തോടു കൂടി തന്നെയൊക്കെ വീട്ടുകാരെയൊക്കെ വിളിച്ച് കാണിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടപ്പോഴേക്കും അവൻ ആ ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അടുത്ത വീട്ടിലും അതുപോലെ തന്നെ അവൻ്റെ വീട്ടിൽ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാമറയും കൊണ്ടുവന്ന് കുറേ വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ ഒപ്പം വന്ന പയ്യനെ അവിടെ നിർത്തിയിട്ട് നമ്മളിപ്പോൾ അപ്പുറത്ത് കാർ എടുക്കാൻ വേണ്ടി പോകണേ. കാറ് അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടേക്കണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി ബൈക്കിൽ കയറിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങളൊപ്പം വന്നവനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവനെ വിളിക്കണ പേരെന്ന് പറഞ്ഞാൽ ഗുണ്ടാന്നാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗുണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ വേറെന്തോ അർത്ഥമൊക്കെ തന്നെ ഉണ്ട്. അത് കാരണം അവർ പയ്യനെ ഗുണ്ടാന്നൊക്കെ വിളിക്കണത്. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കണം. അവിടെ എത്തിയപ്പോഴേക്കും അടുത്ത കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ക്യാമറ ആയിട്ട് വന്നിട്ടപ്പോഴേക്കും എൻ്റെ ക്യാമറയുടെ ഫ്രണ്ട് വന്ന് കുറേ നേരം ഇങ്ങനെ ഓടിക്കളിച്ച് പിന്നെ പേര് 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 നെയിം भूमिका भूमिका ओ लेखना कुंदना ओ सर अच्छा कितना पढ़ता है क्लास फिफ्थ फिफ्थ पूरा फिफ्थ सिक्स्थ हाँ फिफ्थ ओके. അങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ ഇട്ട് കമ്പനി ആയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇടോട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓടി വന്നിട്ട് വേണ്ട വേണ്ടെന്ന് അവരുടെ ഭാഷയിൽ പറയാൻ വെറുതെ തമാശക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. കാരണം പെട്ടെന്ന് തന്നെ എത്താനുണ്ട്, കുറേ വൈകിന് പരിപാടിക്ക് എത്താനുണ്ട്. അങ്ങനെ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കാണ് മഞ്ജു റോഡ് നല്ലോണം കമ്പനി ഉള്ളതുകൊണ്ടിട്ടാണ് ആ ചെക്കനെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് മഞ്ജു റോഡ് പറഞ്ഞു അന്ന് നീ ഓടിക്കുക ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചെക്കനെ കയറ്റിയെടുത്തിട്ട് ഇപ്പം ചെക്കൻ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകണുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളൂ, ആകെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ ചെക്കൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ചെക്കനെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് ഞാൻ അവിടെ പോയി ചെക്കനെ ഇറക്കിയിട്ട് നമ്മുടെ ഒപ്പം വന്ന ഗുണ്ടേനെ കയറ്റണം. ഗുണ്ടേന്ന് പറഞ്ഞാൽ ചെക്കനെ കയറ്റിയിട്ടാണ് നമുക്കിനി കല്യാണത്തിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. ഏകദേശം ഇവിടുന്ന് ഒരു 12 തൊട്ട് 15 കിലോമീറ്റർ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്താൻ പറ്റും അവിടെ. ഈ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പേര് മഞ്ജുനാഥൻ തന്നെയാണ്, നമ്മുടെ ബ്രോൻ്റെ പേര് മഞ്ജുനാഥൻ തന്നെയാണ്. അപ്പോൾ ഈ ചെക്കന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയണം, അപ്പം തന്നെ ക്യാച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യണുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ക്യാമറയൊക്കെ മേടിച്ചിട്ടാണെങ്കിലും 2-3 പ്രാവശ്യം ചോദിച്ചിട്ട് അപ്പം തന്നെ മനസ്സിലാക്കി നേരെ പോയി അവൻ കുറേ വീഡിയോ ഷൂട്ടുകളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ ഓടിക്കാൻ വേണ്ടി ഇപ്പോൾ കയറിയിട്ടും കുഴപ്പമൊന്നുമില്ല. ചെക്കനോട് പറയണ പോലെ തന്നെ അവൻ ഓടിക്കണൊക്കെ ഉണ്ട്. വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അവനെ ഇറക്കിയിട്ട് നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ചെറിയ മഞ്ജുനാഥിനെ അവിടെ ഇറക്കിയിട്ട് വീട്ടിൽ തന്നെ ഇറക്കിയിട്ട് നമ്മളിപ്പോൾ ഗുണ്ടേന എന്ന് പറഞ്ഞ പയ്യനെ കയറ്റിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. അതായത് ഇപ്പോൾ കല്യാണ പരിപാടി നടക്കണം അവിടെ ആയിട്ടാണ് അവൻ്റെ വീട്. ഗുണ്ടേന്ന് പറഞ്ഞാൽ പയ്യൻ്റെ വീട്. അവരെല്ലാവരും ഒരു 3-4 വീട്ടുകാർ ഒരുമിച്ച് ഉള്ള കോമ്പൗണ്ടിൽ തന്നെയാണ് ഇപ്പോൾ കല്യാണ പരിപാടി നടക്കുന്നത്. കല്യാണ പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണമല്ല, എൻഗേജ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ പിന്നെ പറയുമ്പോൾ കല്യാണ പരിപാടികളെന്ന് പറയണമെന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം എന്ന് പറഞ്ഞാൽ മഞ്ജുനാഥ് ബ്രോൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ എന്നോട് ഓരോ സ്ഥലങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ള ഈ തോപ്പുകളൊക്കെ കാണിച്ചു തന്നിട്ട് പറയും ഞങ്ങൾ ചെറുപ്പത്തിലേ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സ്ഥലങ്ങളും ഓരോ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പരിചയപ്പെടുത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണതാണ്. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന കുറേ വീടുകളുടെ ഇടയിലൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ പോകുമ്പോൾ തന്നെയാണ് മഞ്ജുനാഥ് ബ്രോൻ്റെ വീടും. അപ്പോൾ നമുക്കിപ്പോൾ കയറാൻ സമയമില്ല. നമുക്കപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴിക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ ഇവിടെ കാണിച്ചു തന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഈ കണ്ടെന്ന് പറഞ്ഞാൽ മഞ്ജുനാഥ് ബ്രോൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മഞ്ജുനാഥ് ബ്രോൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു കൂട്ടുകാരനെ തന്നെയാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ അമ്മയും കൂടി ഇപ്പോൾ ആടിനെയൊക്കെ മേയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോകണ വഴിക്കാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് ഒന്ന് പോയി പേരൊക്കെ ചോദിക്കാമെന്നു പോയത്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ക്യാമറയിലോട്ട് നോക്കാണ്ട് ഭയങ്കര സെയിമായിട്ടുള്ള രീതിയിൽ നിന്ന്, പക്ഷേ ഭയങ്കര പാവമായിട്ടുള്ള ഒരാൾ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സംസാരിച്ചായിരുന്നു. ഇത് നമ്മളെ മഞ്ജൂറുവിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ പുള്ളിനോട് വീണ്ടും വരുമ്പോൾ തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ അവിടെ അവർ വെയിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇപ്പോൾ കല്യാണത്തിൻ്റെ അവിടെ പെട്ടെന്ന് പോകാനുണ്ട്. അമ്മനോട് നമ്മൾ ബായും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ കല്യാണ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Con
അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ അമ്മൂമ്മമാരുകളൊക്കെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് അവരുടെ ഭാഷയിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതിവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ആചാരം തന്നെയാണ്. ആചാരമല്ല, അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ അവർ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് തന്നെ ആയിരിക്കും. എനിക്കാണെങ്കിൽ ഭാഷ എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഈ പാട്ടൊക്കെ കേട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നമ്മൾ ആദ്യം വന്നപ്പോഴുള്ള ചെറിയൊരു മടി കാരണം ഫ്രണ്ടിലോട്ടൊന്നും വരാണ്ടിരുന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്നും നോക്കിയില്ല, ഫ്രണ്ടിലേക്ക് കയറി വന്ന് അവിടെ ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ. അയാളെ മാറി സൈഡിലേക്ക് നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് പയ്യെ നമ്മളെ വീഡിയോ ക്യാമറ ഓൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ നോക്കണൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരോടും ഞാനിപ്പോൾ കമ്പനി ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കാണണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുറുക്കുണ്ടല്ലോ, മുറുക്കൊണ്ട് ഓരോ പല പല രൂപങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചത് ഫ്രൂട്ട്സ്, സാരി, അതേപോലെയുള്ള കുറേ ഐറ്റംസ് തന്നെയാണ് ഇങ്ങനെ വെച്ചേക്കണത്. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ കയറിയിരിക്കണമെന്ന് പറഞ്ഞാൽ മഞ്ജു ബ്രോയാണ്. മഞ്ജു ബ്രോയും അതുപോലെ തന്നെ മഞ്ജു ബ്രോൻ്റെ അമ്മ, പെങ്ങളുടെ ഭർത്താവ്, കൊച്ച്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ഫോട്ടോയും ഞാനത് അതേപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തായിരുന്നു അവർക്ക്. പിന്നെ നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിക്കണം ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് കുക്ക് ചെയ്യണം. അപ്പോൾ കുക്ക് ചെയ്യണം അവിടെ ആയിട്ട് ബജ്ജി ഇവിടുത്തെ മെയിനാണ്. അപ്പോൾ സൈഡിലായിട്ട് ഇങ്ങനെ ബജ്ജി വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടല, ഗ്രീൻ പീസ്, ഇതിൻ്റെയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ കൊണ്ടാട്ടം കുറേ വറുത്തത്, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡ്. പിന്നെ പുലാവ്, 2-3 ടൈപ്പ് റൈസുകളൊക്കെ ഉണ്ടാവും. പിന്നെ മധുരത്തിൻ്റെ ഒരു ബോളി പോലത്തെ ഒരു സാധനം, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നോർമൽ കല്യാണങ്ങളിൽ നടക്കുന്ന ഫുഡുകൾ. അപ്പോൾ നമ്മൾ പിന്നെയും പുറത്തോട്ട് വന്നപ്പോഴേക്കും അടുത്തൊരു കാഴ്ച കണ്ടപ്പോഴേക്കും നോക്കിയതാണ് ഒരാടിൻ്റെ ഷെഡാണ്. ആടിൻ്റെ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ 2 മരത്തിൻ്റെ വലിയ കമ്പുകൾ അപ്പുറം ഇപ്പുറം കുത്തിയിട്ട് പൊക്കത്തോടി ഒരു കമ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 ഓല വെക്കും. അപ്പോൾ അതിന് തണലായി. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുറേ ഇലകൾ, ഇങ്ങനെ കഴിക്കാനുള്ള ഇലകൾ തൂക്കിയിടുമ്പോഴേക്കും അതുങ്ങൾ അവിടെ സമാധാനമായിട്ടിരുന്ന് കഴിച്ചോളും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അവിടെ അധികം പരിപാടികളൊന്നും ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ അവിടെ നടക്കുന്ന പോലെ തന്നെയുള്ള ചെറിയ ചെറിയ പരിപാടികളും ചടങ്ങുകളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് പുള്ളിക്കാരൻ്റെ കുറച്ച് അമ്മായിമാർ വന്നിട്ട് ബസ് സ്റ്റോപ്പിലാക്കൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്കൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെയും അമ്മായിമാരെയും കൂടി ആ അമ്പലത്തിലോട്ട് ഇറക്കി വിട്ട്. പുള്ളിക്കാരൻ വന്നില്ല, പുള്ളിക്കാരൻ വണ്ടിയിൽ തന്നെ വെയിറ്റാണ്. എനിക്കാണെങ്കിൽ ഭാഷയെന്ന് പറയാൻ പാടില്ല. പിന്നെ ഞാൻ ഇവരോട് കമ്പനി ആയതുകൊണ്ടിട്ട് ഞാൻ അമ്മായിമാരോടുള്ള ആക്ഷനിലൊക്കെ കാണിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടെന്ന് വെച്ച്. എന്നിട്ട് ഞാനിപ്പോൾ ഈ കുളത്തിൻ്റെ അവിടെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലും എല്ലാം പോയിട്ട് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത്. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കയറി വന്നത്. അപ്പോഴേക്കും ഞാൻ അവരെല്ലാം അകത്തേക്ക് കയറിപ്പോയ സമയത്ത് ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ നേരത്തെ ഒരു പയ്യൻ ഇവിടെ നിന്ന് വെച്ചാൽ അവൻ എന്നോടൊരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോയും അതേപോലെ തന്നെ അവനെ നിർത്തിയിട്ടൊരു വീഡിയോയും കൂടി ഞാൻ എൻ്റെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറിയുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ പൂജ നടക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് പൂജ കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പ്രസാദവും അതുപോലെ തന്നെ കുറച്ച് പൂവ് ഇതെല്ലാം കൂടി തന്നപ്പോഴേക്കും എൻ്റെ ക്യാമറ ഇതെല്ലാം കൂടി പിടിക്കാൻ പറ്റാണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മായിമാരോട് ടാറ്റ പറഞ്ഞിട്ട് നേരെ കുളത്തിൻ്റെ സൈഡിലോട്ട് നൈസായിട്ട് നടന്നു തന്നെ കാഴ്ചയാണ്. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞായിരുന്നു വണ്ടിയിലോട്ട് ഞാൻ പോയി ഇരിക്കാൻ പോകണം, അപ്പോൾ കഴിയാൻ നേരത്ത് നേരെ വണ്ടിയിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വണ്ടിയിലേക്ക് പോയി. ബൈ ബൈ, സീ യു. അങ്ങനെ നമ്മൾ അമ്മായിമാരെയൊക്കെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് നമ്മളിപ്പോൾ വന്നേക്കണാണ് മഞ്ജു ബ്രോൻ്റെ വീട്. അളിയനും കൊച്ചും ചേച്ചിയും അതുപോലെ തന്നെ മഞ്ജു ബ്രോൻ്റെ അമ്മയാണ് ഈ നിൽക്കണത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് മഞ്ജു ബ്രോ പറഞ്ഞത് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് എൻ്റെയും അതുപോലെ തന്നെ എൻ്റെ മാമനും കൂടി ഷെയറുള്ളൊരു തോട്ടമുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അത് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വണ്ടി വളച്ച് നേരെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടാണ് മാമൻ്റെ വീട്. അപ്പോൾ അവിടെ പോയിട്ട് മാമനെ പിക്ക് ചെയ്തിട്ട് വേണം ഇനി തോട്ടത്തിലേക്ക് പോകാൻ.
അങ്ങനെ നമ്മൾ തോട്ടത്തിലോട്ട് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ കിളികൾ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് സൗണ്ട് കേട്ടപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് നോക്കിയതാണ്. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു വെച്ചെങ്കിൽ താഴത്തോട്ട് വീഴാൻ വലിയൊരു കിണറാണ്. അതിൻ്റെ അകത്ത് ഈ സൈഡിലെല്ലാം ഇടിഞ്ഞ് കിടന്നിട്ട് കാട് പിടിച്ചിടക്കണോണ്ട് ശ്രദ്ധിക്കൂല. അപ്പോൾ ഇവിടെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ വന്നെയാണെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പോകും. അങ്ങനെ പെട്ടെന്ന് ആരും വരാറില്ല. ഉള്ളിലോട്ട് മാറിയിട്ടുള്ള ഒരു കൃഷിത്തോട്ടമാണിത്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മഞ്ജു ബ്രോനും അതുപോലെ തന്നെ മഞ്ജു ബ്രോൻ്റെ മാമനും കൂടി ഷെയർ ഇട്ട് നടത്തുന്ന ഒരു പൂവിൻ്റെ തോട്ടമാണിത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ 2 സൈഡിലായിട്ട് ഫുള്ള് ഇങ്ങനെ പടർന്ന് കിടക്കണമെന്ന് പറഞ്ഞാൽ മത്തങ്ങാത്തോട്ടമാണ്. മത്തങ്ങാത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അത്ര ദൂരത്തോട്ട് അവിടെ ഇപ്പുറത്തോട്ടും ഉണ്ട് കുറേ മത്തങ്ങ ഇങ്ങനെ പടർന്ന് കിടക്കണുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട മത്തങ്ങകളെന്ന് പറഞ്ഞാൽ അത് തോട്ടത്തിൽ നിന്ന് നമ്മൾ നടക്കണ വരമ്പിലേക്ക് കയറി വന്നിട്ട് വള്ളി പിടിച്ചിട്ട് അവിടെ നിന്നെല്ലാം ഇങ്ങനെ നടക്കണ വഴി മത്തങ്ങളായി കിടക്കുന്നുണ്ട്. അപ്പോൾ തോട്ടത്തിൽ ഇനി വിളവെടുക്കാൻ നേരത്ത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. പക്ഷെ നമുക്ക് അതിനൊന്നുള്ള സമയമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഓരോ മത്തങ്ങൾ കാണുമ്പോൾ സന്തോഷത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി കുട്ടിയൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പയ്യെ നടന്നുകൊണ്ട് പോകണം. അപ്പോൾ ഇപ്പോൾ കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ മഞ്ജു ബ്രോൻ്റെ മാമനും മാമൻ്റെ മോനും പിന്നെ അമ്മായിയൊക്കെയാണ്. അപ്പോൾ നമ്മളിനി നേരെ അടുത്തൊരു കസിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും കൂടി പോകാനുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മോട്ടർ ഷെഡാണ്. കൃഷിയിടങ്ങളിലോട്ടെല്ലാം വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടർ, അതോടൊപ്പം തന്നെ കറണ്ട് എത്തിക്കാനായിട്ടുള്ള പോസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ സൈഡിലോട്ട് നല്ലൊരു ഭംഗിയിൽ പുൽമൈതാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലവും കൂടി ഉണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് ക്ഷീണിക്കാൻ നേരത്ത് അവിടെയൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുക, അടിപൊളിയായിരിക്കും. നമ്മൾ വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ എന്തായാലും തിരിച്ച് മിക്കവാറും ചിക്കബല്ലാപൂരിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ മഞ്ജു ബ്രോൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മൾ എന്നിട്ട് അടുത്ത കസിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. நல்லா இருக்கா? അങ്ങനെ നമ്മൾ ആ കസിൻ്റെ വീട്ടിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം തന്നെന്ന് പറഞ്ഞാൽ ചോറും അതുപോലെ തന്നെ രസം പോലത്തെ ഇവരുടെ ഒരു ട്രഡീഷണൽ ഫുഡ് തന്നെയാണിത്. പിന്നെ ഇവിടെ എപ്പോഴും എല്ലാവരും ചോറിൻ്റെ ഒപ്പമാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും കപ്പലണ്ടികളൊക്കെ നിറയെ കഴിക്കും. അപ്പോൾ അതും കൂടി ഒരു പ്ലേറ്റിൽ വെച്ച് തന്നിട്ട് അത് കൂട്ടിയാണ് നമ്മൾ കഴിച്ചത്. ഇനി നേരെ നമ്മൾ വീണ്ടും ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളിനി എന്തായാലും ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കബല്ലാപൂരിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ വന്ന വഴികളും കുറച്ച് മലേൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉള്ള വഴി വന്നായിരുന്നു. അപ്പോൾ രാത്രി ആ വഴിയൊന്നും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ മഞ്ജു ബ്രോൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിത്തെ കാഴ്ചകളാണ്. മഞ്ജു ബ്രോൻ്റെ അമ്മ ഈ പാടിനെയൊക്കെ എടുത്തിട്ട്, ഞാൻ ആടിനെ തൊടാൻ വേണ്ടി പോയപ്പോഴേക്കും അമ്മ പറഞ്ഞ എടുത്തോന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊക്കെ എടുത്ത് തന്നായിരുന്നു ആടിനെ. അതുപോലെ തന്നെ മഞ്ജു ബ്രോൻ്റെ അളിയനുണ്ട്, ചേച്ചിയുണ്ട്, കൊച്ചുണ്ട്. മഞ്ജു ബ്രോൻ്റെ അളിയൻ്റെ പേര് മഞ്ജുനാഥൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ 3ാമത്തെ ആളെയാണ് മഞ്ജുനാഥൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പായിട്ട് തന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്നിട്ട് പുറത്തിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ സമയമാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ കപ്പലണ്ടി ഇവിടെയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായി. അപ്പോൾ കുറേ കപ്പലണ്ടി കൊണ്ടുവന്ന് തന്നിട്ട് നമ്മളതൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ 2 പട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അവനെ വന്ന് തൊട്ടപ്പോഴേക്കും അവൻ മൈൻഡ് വെക്കണില്ല. അപ്പോൾ അമ്മ വന്നിട്ട് അതിനെ 2നെയും കൂടി എടുത്ത് എൻ്റെ അടുത്തോട്ട് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞ് വന്നാണ്. അപ്പോൾ അത് 2ഉം കൂടി ഓടിപ്പോയി അപ്പുറത്ത് നിന്ന്. എന്തായാലും വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. കാരണം ഞാനും ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് ഗ്രാമങ്ങളിലൊക്കെ പോകാൻ പറ്റി. കുറേ വീടുകളിലൊക്കെ കയറി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സൈക്ലിങ്ങിൻ്റെ ഇടയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെല്ലാം പരമാവധി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നല്ല